നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വെറുമൊരു കഥയല്ല. ഒരു പിതാവിൻ്റെ കണ്ണീരും ഒരു മകൻ്റെ നിശ്ചയദാർഢ്യവും അതിലുപരി മരണത്തെ പോലും മാറ്റിയെഴുതിയ അചഞ്ചലമായ ഭക്തിയുടെയും ചരിത്രമാണ്. നാം ഏതൊരു ശിവക്ഷേത്രത്തിൽ പോയാലും ഭഗവാന്റെ മുന്നിൽ തലകുനിച്ചിരിക്കുന്ന ആ രൂപം കാണാം. നന്ദികേശ്വരൻ. നന്ദി എങ്ങനെയാണ് ശിവന്റെ പ്രിയങ്കരനായത്? ഈ കുറച്ചു സമയം നമുക്ക് ആ പുണ്യകഥയിലേക്ക് സഞ്ചരിക്കാം. നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് ശിലാദൻ എന്ന മഹർഷിയിൽ നിന്നാണ്. സകല ശാസ്ത്രങ്ങളും പഠിച്ച അദ്ദേഹം ഒരു വലിയ ദുഃഖത്തിലായിരുന്നു. പിതൃക്കൾക്ക് പിണ്ഡം നൽകാൻ തനിക്കൊരു പുത്രനില്ലല്ലോ എന്നായിരുന്നു അത്. അദ്ദേഹം ഇന്ദ്രനെ ഭജിച്ചു. എനിക്കൊരു പുത്രൻ വേണം, പക്ഷേ അവൻ ഗർഭപാത്രത്തിൽ ജനിച്ച് മണ്ണടിയുന്നവനാകരുത്, അവന് മരണമുണ്ടാകരുത്. പക്ഷേ ഇന്ദ്രൻ കൈമലർത്തി. ജനിച്ചാൽ മരണം ഉറപ്പാണ്, അത് പ്രകൃതി നിയമമാണ്, ഇന്ദ്രൻ പറഞ്ഞു. മഹർഷിയെ, ഇത് മാറ്റാൻ ഒരാൾക്കേ കഴിയൂ, കൈലാസനാഥനായ മഹാദേവന് മാത്രം. അങ്ങനെ ശിലാദൻ കഠിന തപസ് തുടങ്ങി. വെയിലിലും മഴയിലും അദ്ദേഹം അനങ്ങാതെയിരുന്നു. ശരീരം ചിതൽപുറ്റുകൾ കൊണ്ട് മൂടി. ഒടുവിൽ പ്രപഞ്ചം വിറച്ചു. പാർവതി സമേതനായി പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ പ്രീതനായി. ശിലാദന്റെ ആഗ്രഹം കേട്ടപ്പോൾ ശിവൻ പുഞ്ചിരിച്ചു. നീ ആഗ്രഹിച്ചതുപോലെ ഒരു മകനെ ഞാൻ നൽകാം. മകനായി ഞാൻ തന്നെ വരും. അതിനായി ശിവൻ ഒരു വഴി പറഞ്ഞു. ശിലാദൻ ഒരു യാഗം നടത്തി. യാഗഭൂമി ഉഴുതുമറിക്കുന്ന സമയം പെട്ടെന്ന് ആകാശത്തൊരു വെളിച്ചം. ഭൂമിയിൽ നിന്ന് ഒരു ബാലൻ ഉയർന്നു വന്നു. അത് ഒരു സാധാരണ കുട്ടിയായിരുന്നില്ല. 4 കൈകൾ, ഒന്നിൽ മഴു, മറ്റൊന്നിൽ ശൂലം, തലയിൽ കിരീടം, ദേഹമാസകലം ഭസ്മം. ശിലാദൻ വിറച്ചുപോയി. അദ്ദേഹം ആ കുട്ടിയെ എടുത്ത് നെഞ്ചോട് ചേർത്തു. അപ്പോൾ ആ രൂപം മാറി അതീവ സുന്ദരനായ ഒരു മനുഷ്യക്കുട്ടിയായി. അവന് നന്ദി എന്ന് പേരിട്ടു. നന്ദി വളർന്നു. അവന് 7 വയസ്സായപ്പോഴേക്കും ലോകത്തിലെ സകല വിദ്യകളും അവൻ സ്വായത്തമാക്കി. ശിലാദൻ സന്തോഷിച്ചു. പക്ഷേ ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല. ഒരു ദിവസം 2 മുനിമാർ ആശ്രമത്തിലെത്തി, മിത്രനും വരുണനും. നന്ദിയെ കണ്ട അവർ ദീർഘമായി നിശ്വസിച്ചു. കഷ്ടം, ഈ കുട്ടിക്ക് എല്ലാമുണ്ട്, പക്ഷേ ആയുസില്ല. കൃത്യം 1 വർഷം കഴിഞ്ഞാൽ അവന്റെ 8ാം വയസ്സിൽ അവൻ മരിക്കും. ഇത് കേട്ട് ശിലാദൻ തകർന്നുപോയി. തന്റെ തപസ്സിന്റെ ഫലമായി കിട്ടിയ പുത്രൻ മരിക്കാൻ പോകുന്നു. അച്ഛൻ കരയുന്നത് കണ്ട് നന്ദി അടുത്തു വന്നു. 7 വയസ്സുകാരന്റെ പക്വതയോടെ അവൻ ചോദിച്ചു, അച്ഛാ, അങ്ങ് എന്തിനാണ് ഭയപ്പെടുന്നത്? ശിവൻ തന്ന ജീവൻ ശിവൻ കാക്കും. മരണത്തിന് എൻ്റെ അരികിലെത്താൻ ശിവന്റെ അനുവാദം വേണം. ഞാൻ തപസ് ചെയ്യാൻ പോകുന്നു. നന്ദി സമുദ്രതീരത്തിരുന്നു. മനസ്സ് ശിവനിൽ ഉറപ്പിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. നന്ദിയുടെ ആയുസിന്റെ അവസാന നിമിഷമെത്തി. യമധർമ്മൻ തൻ്റെ പാശവുമായി അടുത്തു വന്നു. എന്നാൽ നന്ദിയുടെ ചുറ്റും ഒരു ദിവ്യപ്രകാശം. പെട്ടെന്ന് ഭഗവാൻ ശിവൻ പ്രത്യക്ഷനായി. കാല, മാറി നിൽക്കൂ. ഈ ബാലൻ എൻ്റെ വജ്രമാല അണിഞ്ഞവനാണ്. ഇവന് മരണമില്ല. ഇവൻ ഇനി മുതൽ നന്ദികേശ്വരൻ എന്നറിയപ്പെടും. എൻ്റെ ഗണങ്ങളുടെ അധിപനായി കൈലാസത്തിൽ വാഴും. ശിവൻ നന്ദിയെ ആലിംഗനം ചെയ്തു. നന്ദിക്ക് വജ്രസമാനമായ കരുത്ത് ലഭിച്ചു. അദ്ദേഹം ശിവന്റെ പ്രധാന വാഹനവും ദ്വാരപാലകനുമായി മാറി. മരണത്തെ ഭയന്ന ബാലൻ മരണത്തെ ജയിച്ച കഥയാണിത്. നന്ദി നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: പൂർണ്ണമായ സമർപ്പണം ഉണ്ടെങ്കിൽ വിധിയെ പോലും മാറ്റാം. ഇന്നും ക്ഷേത്രങ്ങളിൽ നന്ദിയുടെ കൊമ്പിനടിയിലൂടെ നാം ശിവനെ നോക്കുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിനെ അടക്കി നിർത്തിയാലേ ദൈവത്തെ കാണാൻ കഴിയൂ എന്നതുകൊണ്ടാണ്. നന്ദികേശ്വരന്റെ ഈ ചരിത്രം കേൾക്കുന്ന എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഭക്തിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.